10K സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് അത് ചെയ്യും ഗെയ്സ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ജബൽ ജയ്സ് റാസൽ ഖൈമ അടുത്ത വേറെ എമിറേറ്റ്സ് ആണ്. അവിടെ ഒന്ന് ചെറിയൊരു മല പരിപാടിയൊക്കെയാണ്, അടിപൊളിയാണ്. ഈ ചൂട് ടൈമിലാണെങ്കിൽ പോലും അവിടെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് കാര്യമൊക്കെ ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും വണ്ടിയിലിരുന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി നേരെ ജബൽ ജയ്സിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ. ഐഷാഖ് ജി ഹായ്. ഉണ്ണി സാർ. അപ്പോൾ ഓക്കെ, ഉണ്ണി സാറിനെ പിന്നെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് ഉദ്ഘാടനം തന്നെ ഉണ്ണി സാറുമായിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷൻ ഇട്ടു. അപ്പോൾ നമ്മൾ ഷാർജയിൽ നേരെ ജബൽ ജയ്സ് പോവാണ്. ജബൽ ജയ്സ് എന്ന് പറയുന്നത് റാസൽ ഖൈമയിലാണ് ഉള്ളത്, റാസൽ ഖൈമ എമിറേറ്റ്സിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന സ്പീഡൊന്ന് നമ്മൾ ബാക്കിൽ നിന്നാണ് എടുക്കുന്നത് ക്യാമറ. അപ്പോൾ അത് കാരണം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നമ്മൾ പോകുന്ന സ്പീഡ് 140 ആണ് കേട്ടോ. ഇവിടെ 120 കിലോമീറ്റർ സ്പീഡുള്ള റോഡാണ്. നമുക്ക് 140 വരെ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതേ റാസൽ ഖൈമയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10-30 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വെളിയിൽ നല്ല ചൂടാണെങ്കിലും അകത്ത് നല്ല തണുപ്പുമായി ഞങ്ങൾ റാസൽ ഖൈമയിലോട്ട് യാത്രയാണ്. ഒരാൾ ഒളിഞ്ഞിരിക്കുക. ഹലോ ഹായ്. അപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാണാം. അപ്പോൾ ഈ 2 ഡോട്ടിൻ്റെ ഗ്യാപ്പിൽ വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഫ്രണ്ടിലുള്ള വണ്ടിക്കാർ അത് ബ്രേക്ക് ചെയ്താലും നമുക്ക് അതിനുള്ള ഒരു അല്ലാത്തപ്പോഴും അല്ലാത്ത മഞ്ഞ സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും അതൊരു സേഫാണ്. അത് സ്പീഡിലായിരിക്കും ഇതിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ അല്ല, പക്ഷെ അവർ പൊതുവേ നമ്മൾ ഈ പറയുന്നത് ഫോഗിൻ്റെ ടൈമിൽ അത് ഒരു നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, കഥയൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 38 കിലോമീറ്ററോട് നമുക്ക് കവർ ചെയ്ത് പോകാനുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ജബൽ ജയ്സ് എന്നുള്ളത്. എന്താണടാ? അല്ല, എത്തിഹാദ് റൈഡ് അല്ല, ഇത് റോഡല്ലേ. ഇത് എത്തിഹാദ് റൈഡ് അല്ല, അത് വേറെ. റാസൽ ഖൈമയിലെ ആ വലിയ രാജാവിൻ്റെ വീട് ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണ്, സ്ഥലമൊക്കെ ഒന്ന് കാണും. നല്ല അടിപൊളി ഒരു വളവാന്ന് തോന്നുന്നു. ഇത് എങ്ങോട്ടാണ് ഇത്? റൗണ്ട് ബോട്ടാണല്ലേ. ഗ്രോസറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നേരെ പോവാ. വളഞ്ഞ് കണ്ടോ, ഇവിടെ കണ്ടോ ബോർഡ് കണ്ടോ, ജബൽ ജയ്സ്. ഇതുവരെ നമ്മൾ പെട്രോൾ പമ്പൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ പെട്രോൾ പമ്പ് ഇല്ല. മേളിൽ ചെല്ലുമ്പോഴേക്കും ഉണ്ടെന്ന് തോന്നിയാൽ ഉണ്ട്, പക്ഷെ എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ പണ്ടത്തെ ജബൽ ജയ്സ് അല്ല ഇപ്പോഴത്തെ ജബൽ ജയ്സ്. ജബൽ ജയ്സ് ആകെ മാറിപ്പോയിരിക്കുന്നു, അല്ലാണ്ട് മാറിപ്പോയിരിക്കുന്നു. അപ്പം നമ്മൾ മാറ്റി പറയും ഗൈസ്. രാഷ്ട്രീയക്കാർക്ക് ഇതിലും വലിയ കാര്യം മാറ്റി പറയാമെങ്കിൽ ഒരു പെട്രോൾ പമ്പ് മാറ്റി പറയാനുള്ള പാട്. അപ്പോൾ നമ്മൾക്ക് വരുന്ന വഴിക്ക് ഒരു ടീ ഷോപ്പ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, ചായ കുടിക്കാം, പിന്നെ ഇവിടുത്തെ സീനറിയും കാണാം. നല്ലതാണ്, അടിപൊളിയാണ്. കിടുക്കൻ ഏരിയ കേട്ടോ, ഒരു രക്ഷയില്ല ഗൈസ്. കാണിച്ചു തരാം ഞാനിത്. ഇറങ്ങിയിട്ട് ഇത് എവിടാണ് ഇത് നമ്മൾ നിർത്തിയെന്നുള്ളത് കാണിച്ചു തരാം. ഇവിടുത്തെ ഗ്രോസറി പൊള്ളി ഏരിയ ആണ്, ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം ഞാൻ കാണിച്ചു തരാം നമ്മൾ ശരിക്കും എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. നോക്കിക്കോണേ. എനിക്ക് ഇച്ചിരി ഹൈറ്റൊക്കെ പേടിയാണ്, പക്ഷെ നല്ലതായിട്ട് കേട്ടോ. നല്ല ഹൈറ്റൊക്കെ എനിക്ക് പേടിയുള്ള വ്യക്തിയാണ്. എന്നാലും ആഹാ അതെ, നോക്കിക്കോണേ. അതിൻ്റെ ശരിക്കുള്ള സംഭവം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, നോക്കിക്കോണം. നമ്മൾ വന്ന റോഡാണ് ഈ കാണുന്നത്. ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ വന്ന റോഡ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ വന്നിട്ട് നമ്മൾ വന്ന റോഡ് കണ്ടോ, ഇങ്ങനെ കറങ്ങി നമ്മളിങ്ങനെ വന്ന്
ഓക്കെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മളിത് ഇവിടെ ചായ കുടിക്കുന്ന അവിടെ വന്നു. നല്ല ചൂടാണ് കേട്ടോ, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മൾ താഴെ നിൽക്കുന്ന അത്രയും നമുക്ക് ചൂട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല, എന്നാലും ചൂടുണ്ട്. മലയുടെ നടുക്ക് തന്നെ അവരൊരു അടിപൊളി ടീ ഷോപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജബൽ ജയ്സ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവരും ഫസ്റ്റ് കാണുന്ന ചായക്കട തന്നെ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും കയറുന്നത്. അല്ലാത്തവർക്ക് ഇവിടെ വരാം, ചായ കുടിക്കാം, സ്നാക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. കാർഡ് പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം മേടിച്ച് കഴിച്ചിട്ട് അവരെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യിക്കാം. ഇതുപോലെ. അപ്പോൾ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ സഹായിച്ച ഈ ചായക്കടയ്ക്ക് ഒരു ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇപ്പം ഇനിയും തരുന്ന ഇൻഫർമേഷൻ ഇതുവരെ ദുബായ് വിസിറ്റ് ചെയ്യാത്തവർക്കോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് ഇവിടെയൊക്കെ അധികം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നോർമലി ഇവിടെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെപ്പോലെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ 7 എമിറേറ്റ്സ് ആണ് ഉള്ളത്. നമ്മളിപ്പോൾ ഷാർജയിൽ നിന്ന് വന്നു. ഇപ്പോൾ ഈ ജബൽ ജയ്സ് എന്ന് പറയുന്ന മൗണ്ടൻ ഉള്ളത് റാസൽ ഖൈമ എന്ന് പറഞ്ഞ എമിറേറ്റ്സിലാണ്. അതാണ് UAE-യിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അപ്പോൾ UAE-യിലുള്ള ഏറ്റവും പൊക്കത്തിലുള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അങ്ങ് പൊക്കത്തി എന്ന് കാണാം ഗെയ്സ്. അപ്പം നമ്മളൊരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, ജബൽ ജയ്സ് വ്യൂയിങ് ഡെക്ക് പാർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ വ്യൂയിങ് ഡെക്കിൽ വന്നു. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട്. അഡൽസിന് ഒരാൾക്ക് 7 രൂപ, ചിൽഡ്രൻസ് ബിലോ 7 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതായത് ഇവിടെ നല്ല വ്യൂയിങ് പോയിൻ്റൊക്കെയാണ്, അതാണ് കാണിച്ചു തരാം. അതെ അതുകൊണ്ട് ഇവിടെ റാസൽ ഖൈമ 1235 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താ ഇവിടുന്ന് ഉണ്ടോ നമുക്കിങ്ങനെ കാണാം. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, കണ്ടോ ഇവിടെ ഒന്നും പേപ്പറോ ഒന്നും ഇട്ടിട്ടില്ല. എല്ലാം ഫുൾ ക്ലീനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്ക്, നമ്മൾ വന്ന വഴികളാണ് ഈ കാണുന്നത്. എത്ര നമ്മൾ ഹൈറ്റിലാണ് നോക്കി. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ വന്ന വഴി കാണാൻ പറ്റുന്നുണ്ടോ നോക്കണേ. എന്നിട്ട് ഇതിലേക്കൂടാണ് നമ്മൾ വന്നത് മുഴുവൻ. ആ വഴിയൊക്കെ ഇങ്ങനെ കണ്ടോ, പാമ്പൂല ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നത്. ഇതിലേക്കൂടെ കയറിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എടുത്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് പിന്നെ നമുക്ക് ഇതിലേക്കൂടി ഇങ്ങനെ നോക്കാം. ഇതിലേക്കൂടി ഇങ്ങനെ നോക്കിയാലേ നമുക്കത് കറക്റ്റായിട്ട് കാണാം. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മലയുടെ അങ്ങേയറ്റം മേളിൽ നിന്ന് ലൈൻസ് പോകുന്നുണ്ട്, കമ്പി. എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റിയുടെ ആണോ എന്തിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. അത് ഇങ്ങനെ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഡോട്ട്, അതിൻ്റെ മറ്റേ നമ്മുടെ ഈ കമ്പികൾ തമ്മിൽ മുട്ടായിരിക്കാനൊരു സാധനം ഇടുമല്ലോ നാട്ടിൽ, ആ സാധനത്തിൻ്റെ സാധനം അതിങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഈ മലയുടെ ഇത്രയും മേളിൽ നിന്ന് ഇതിന് നടുക്കൂടെ അത് മറ്റേ ഇതാടോ, സാധനം അതാ. ഇതാണ് സിപ്പ് ലൈൻ ആണ് കേട്ടോ ഇത്. എൻ്റെ പൊന്ന്, ഇതിലെ കൂടെ എങ്ങനെ പോകൂടാ? നിങ്ങൾ ആരെങ്കിലും ധൈര്യം കാണിക്കൂ ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ പോകാനായിട്ട്? എനിക്ക് പറ്റൂല കേട്ടോ. എൻ്റെ പൊന്ന്, ഇത് എങ്ങനെ പോകൂടാ? നമ്മളിങ്ങനെ മേളിലോട്ട് കയറുവാണ്. ഇങ്ങനെയാണ് എൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ അവിടെ വ്യൂയിങ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങ് കയറണം. നല്ല കയറ്റമാണ് കേട്ടോ. അയ്യവാ ഓടാം. കുറച്ചോടുമ്പോൾ ഒരു പരിപാടിയാവും. ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പുറത്ത് നോക്കിയാൽ കടൽ കാണാം. കടലെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. അങ്ങോട്ട് കടലും ഇതിൻ്റെ താഴെ ഈ ഹ്യൂമിഡിറ്റി കാരണം
വൈകുന്നേരമായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സന്ധ്യ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കും തോന്നുന്നു. കണ്ടോ, വ്ലോഗ് ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് പോകും. കാരണം ഇത്രയും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണമെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാലേ അയ്യോ അണച്ചു കേസ് ഒരു പരിപാടി. ഇവിടെ നിന്ന് നമുക്ക് ഇത് നോക്കിയിട്ട് അത് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോഴേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് നല്ല പഴുത്തിരിക്കുമായിരിക്കും തൊട്ട് കഴിഞ്ഞാൽ. അത്യാവശ്യം ചൂടുണ്ട്. പലതും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വേണ്ടി വെയിൽ കാരണം ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും ആ സൈഡിൽ കടൽ കാണാം, താഴേന്ന് റോഡും മലയും കാണാം. ഇവിടെ വലിയ ആൾക്കാർക്കൊക്കെ വന്ന് സ്ഥലമൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുമ്പോൾ ഇവിടെ മേളിൽ കണ്ടോ വെയിൽ വരാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് റെസ്റ്റ് ചെയ്യാം. ഒരു ജ്യൂസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുടിച്ചാൽ, പക്ഷേ കുടിക്കുമ്പോൾ വേസ്റ്റൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥലത്തിടുക. കാരണം അത്ര ക്ലീനാക്കിയാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പാലിക്കണം. അപ്പോൾ ഇവിടെ താഴെ നമ്മൾ കണ്ട പോലെ തന്നെ 1252 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റാസൽ ഖൈമ. ഇത് അടിപൊളിയല്ലേ? വെൽക്കം ടു മൈ ചാനൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇൻട്രോ ഒക്കെ കൊടുക്കാം ഇതിനകത്ത് നിന്നിട്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് ഫ്രണ്ട്സ് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അവർ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കൂട്ടുകാരെയൊക്കെ. ദഹിക്കുന്നു നാണമാണ് ഗെയ്സ്. നമ്മൾ മേളിലെത്തിയപ്പോൾ ഒരു ഫാമിലിയെ കിട്ടി. ഇത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനാണ്, പിന്നെ കൂട്ടുകാരനായില്ലേ. അതെൻ്റെ വൈഫ്, ഇത് ഞങ്ങളുടെ മോള്. അപ്പോൾ ഇവരെ ഇവിടെ വെച്ച് കണ്ടു. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ആണോ? ആ ആണോ? അപ്പോൾ ഓക്കെ, എന്തായാലും ഇവരെ ഇവിടുന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പോൾ കണ്ട ഫാമിലി നമ്മുടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അനിയനാണ്. അവനും ഫാമിലിയും കൂടെ വീട്ടിൽ ബോറടിച്ച് കഴിഞ്ഞപ്പോൾ വന്നതാണ്. കറക്റ്റ് ഞാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ് ഇറങ്ങുവാണ്. കയറുന്ന പോലെ അല്ല കേട്ടോ, ഇറങ്ങാനും നല്ല പാടാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇനിയും ഇതിൻ്റെ മേളിലുള്ള സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ അലൗഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് മേളിലോട്ട് കയറാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ അലൗഡ് അല്ല എന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി യൂട്ടേൺ അടിച്ച് തിരിച്ച് ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ നമ്മളിങ്ങനെ മലയൊക്കെ കയറി ചെല്ലുമ്പോഴേക്കും ആനയും മാനും കാട്ടുപോത്തും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്. മട്ടൻ ഉണ്ട് ഗേസ്. നമുക്ക് മട്ടൻ, ഇന്ത്യൻ മട്ടൻ. ഇതൊക്കെ ഉള്ള കേട്ടോ. മറ്റേ ചെവിയിൽ ടാഗൊക്കെ ചെയ്തിട്ട് ആട് ആത്മഹത്യ ചെയ്യാൻ പോകാൻ തോന്നുന്നു കേട്ടോ. നമ്മളുടെ സംസാരം കേട്ടിട്ട് പാവം ആട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടാൻ പോകാൻ തോന്നുന്നു. ഇതിന് താഴെ ഒട്ടൊന്നും വീഴത്തില്ലേ ഇതിന്? ഇതേ പോകുന്ന പോക്ക് കണ്ടോ? അടിപൊളി. അങ്ങനെ മലയോര കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയെങ്കിലും നമുക്ക് നിർത്തി നൈസായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് വല്ലതും കഴിച്ചാലോ? അല്ല, റാസൽ ഖൈമ വരെ പോകണ്ടല്ലോ ഇപ്പോൾ. എന്തിന്? അല്ല, നമുക്ക് ഇവിടുന്ന് വേറെ റൂട്ട് നോക്കാം. എന്തായാലും നിയറസ്റ്റ് സെർച്ച് മാടാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി പതുക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട്. കാരണം ഈ മലയെല്ലാം കയറി അതും ഇതൊക്കെ കയറി ഓടി നടന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായി. സമാധാനമായിട്ടുള്ളൊരു സ്ഥലത്ത് കയറി കഴിക്കാം. അതെ, എവിടുന്നാണോ അടുത്തത് കാണുന്നത് അവിടുന്ന് കയറി കഴിക്കാം. ഇവിടുന്ന് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് സിബ്ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ചിന്തിച്ചത് 10K സബ്സ്ക്രൈബേഴ്സ് ആക്കും. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. 2 നില വീടിൻ്റെ മേളിൽ കയറി, എൻ്റെ ഇപ്പോൾ നാട്ടിലെ വീടിൻ്റെ മേളിൽ കയറി നമ്മുടെ ഫ്രണ്ടിൽ പോയി ഓപ്പൺ ടെറസിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ പോലും എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ
ഒരു പാമ്പ് പിടിച്ചോ സൈക്കിളും ചവിട്ടി മേളിലോട്ട് പോകുന്നുണ്ട്. എൻ്റെ പൊന്നെ സമ്മതിക്കണം കേട്ടോ ഇവരെയൊക്കെ. 1232 അല്ല 1250 മീറ്റർ മേളിലാണ് നമ്മൾ. അങ്ങോട്ടാണ് സൈക്കിളും ചവിട്ടി പുള്ളി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹൈറ്റിൽ കൂടെ സിപ്പ് ലൈനിൽ പോകുന്നവനെ സമ്മതിക്കണം. എൻ്റെ പൊന്നോ, ഈ മലയുടെ ഇടയിൽ കൂടെ അത് കണ്ടിട്ട് തന്നെ എൻ്റെ ബോധം പോയി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു 10K സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് അത് ചെയ്യും ഗെയ്സ്. പക്ഷേ എങ്ങാനും പെട്ടെന്ന് കാണും ആയാലേ 50K അടിക്കുവാണെങ്കിൽ അത് എന്നടിക്കുന്നോ അടുത്ത ഫ്രീ ഡേ വന്ന് ഇതിൽ കൂടെ ഞൂന്ന് ഞാൻ വരുന്നതായിരിക്കും ഗെയ്സ്. അതെന്നടിക്കുന്നോ അന്ന് ഞാൻ വരും. അത് കഴിഞ്ഞ് എനിക്ക് ജീവനുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം. വിശപ്പ് മുഖത്ത് തെളിഞ്ഞു തുടങ്ങി, അതാണ് കാര്യം. നിസാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എവിടെ ഫുഡ് അടിക്കുന്നത്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിനി ഇറങ്ങി ഈ മല മൊത്തം ഇറങ്ങിയാലേ നമുക്ക് കഴിക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും നോക്കേണ്ടി വരും. കാരണം ഒന്നെങ്കിൽ നമ്മൾ മേളിൽ ചെന്നിട്ട് ഇറങ്ങുന്ന ടൈമിൽ കുറച്ച് ചായക്കടയുണ്ട്, അവിടെ നിന്ന് അല്ലെങ്കിൽ കഴിക്കാം. പക്ഷെ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ കട്ടിയായിട്ട് കഴിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. എന്തായാലും ചെറിയ ചായപ്പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് വിട്ടിട്ട് നേരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും മല മൊത്തം ഇറങ്ങിയിട്ട് ടൗണിലോട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് തപ്പേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇവിടെ ഇരിക്കുക. ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനങ്ങളെല്ലാം. പതുക്കെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. ലേറ്റായി, പതുക്കെ കറങ്ങി ട്രാഫിക്കിലായിട്ട് ലേറ്റായി. ചായ എടുത്തു ഫുഡെല്ലാം കഴിഞ്ഞ് പതുക്കെ നേരത്തെ ഇറങ്ങിയാൽ നേരത്തെ വീട് പിടിക്കാം. ഇപ്പോൾ 9 മണിയായി. അങ്ങനെയാണെങ്കിൽ ഫുഡെല്ലാം കഴിച്ച് നേരത്തെ ഇറങ്ങണമെങ്കിൽ ഒരു 10 മണിയായിട്ട് എത്തും. അങ്ങനെ നമ്മൾ ഹോട്ടൽ തപ്പി ലാസ്റ്റ് കിസൈസിലെത്തി. അപ്പോൾ ഉണ്ണിസാറിനെ ഡ്രോപ്പ് ചെയ്യാൻ അടുത്തായതുകൊണ്ട് നമ്മൾ കിങ് ഷെഫിൽ കയറി. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടറായിട്ട് ഇപ്പോൾ കാണുന്നത് ഫിഷ് ഓർഡർ ചെയ്തു, പിന്നെ നമ്മൾ ഒരു ബീഫ് ഓർഡർ ചെയ്തു, ചിക്കൻ ഓർഡർ ചെയ്തു, പൊറോട്ട ഓർഡർ ചെയ്തു, അപ്പം ഓർഡർ ചെയ്തു. ഫിഷ് അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടർ ഫിഷ് തവ ഫ്രൈ അടിപൊളി ഒരു ഐറ്റമാണ്. ഫോർക്ക് കൊണ്ടുള്ള യുദ്ധമൊക്കെ നോക്കി ഇച്ചിരി ജാടക്കി കഴിക്കാനായിട്ട്. പിന്നെ നമ്മളത് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ രുചി മനസ്സിലാക്കിയപ്പോൾ ഫോർക്കൊക്കെ മാറ്റി വെച്ച് നമ്മൾ പതുക്കെ കൈകൊണ്ട് കാര്യം സാധിച്ചു. പിന്നെ ബാക്കി എല്ലാ ഫുഡും ബീഫൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കിസൈസി വന്ന് കിങ് ഷെഫിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് ഇറങ്ങി. പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പതുക്കെ വീട്ടിലോട്ട് വിടാം. അങ്ങനെ ഓൾമോസ്റ്റ് ഇന്നത്തെ നമ്മുടെ പരിപാടി ട്രിപ്പ് ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീക്കെൻഡ് അടിപൊളിയാക്കി. പരിപാടിയെല്ലാം കഴിഞ്ഞ് ചെറിയ ഫുഡ് അടിയും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിടുകയാണ്. ആദ്യം ഉണ്ണിസാറിനെ ഡ്രോപ്പ് ചെയ്യും, അത് കഴിഞ്ഞ് ഇവനെ ഡ്രോപ്പ് ചെയ്യും, പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മാക്സിമം സ്ഥലത്ത് പോയിട്ട് നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും 100% തരണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.